ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഈവനിങ് മിനി വ്ളോഗ്. ഒരു വൈകിട്ടത്തെ ഒരു ചെറിയൊരു പരിപാടി. ഞങ്ങളുടെ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും, അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ. നമ്മുടെ ഇന്ന് ചെറുതായിട്ടൊരു പരിപാടി, ചെറിയൊരു വീട്ടിൽ ജസ്റ്റ് കുടുംബസംഗമം പോലെ ഒരു പരിപാടി നടക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ എത്തി. താണ്ടി ഫസ്റ്റ് ചെല്ലുമ്പോഴേ ഒരു പട്ടി, അവിടെ ഒരു പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ മൊത്തത്തിൽ ഒരു രസമാണ്. താണ്ടി ചെടികളും നല്ല രസമാണ്, അറ്റ്മോസ്ഫിയറൊക്കെ സൂപ്പറാണ്. അവിടുത്തെ ചെടികളൊക്കെ ആയിട്ട് സൂപ്പറാണ്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ഫോട്ടോഗ്രാഫറാണ്. ഞാൻ പ്രിൻസ് അണ്ണനെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചേക്കാണ്. എനിക്ക് വേണ്ടി പ്രിൻസ് അണ്ണൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നേക്കുന്നതാണ്. നല്ല രസമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ അവിടെ പെർഷ്യൻ ക്യാറ്റുണ്ട്, അത് വെച്ച് ഞാൻ ചുമ്മാ ഒരു രസത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അതിനെ പിടിച്ച് വെച്ചേക്കുവാണ്. എനിക്കത്ര ധൈര്യമില്ല, അള്ളുവെന്നൊക്കെ എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അള്ളാത്തൊന്നുമില്ല, അതൊരു പാവം കേട്ടോ. അത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് ഞാനിട്ട് പിടിച്ച് വലിച്ചിട്ട് പോലും വരുന്നില്ല അത്. എന്നിട്ടും എനിക്കൊരു പേടിയുണ്ട്. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് പട്ടിഷോ കാണിക്കാണ്. ദാണ്ടേ അത് പിടിച്ചത് എൻ്റെ അടുത്തുകൂടെ തന്നെ ഓടിപ്പോന്നിട്ട്. പിന്നെ ദാണ്ടേ അകത്തോട്ട് വന്നു. അവിടെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ച് സൂപ്പറാണ്. ഇതാണ് അവരുടെ കുടുംബം. പട്ടി ദാണ്ടേ, ഇത് വികലാംഗനായ പട്ടിയാണ്. പിന്നെ ഇതാ പൂച്ച. അവിടെ 4 പട്ടി അങ്ങനെ ഉണ്ട്. ദാണ്ടേ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 പട്ടി, മൊത്തം 4 പട്ടിയുണ്ട്. പിന്നെ ഇതാ വൈദൂട്ടൻ്റെ കയ്യിൽ ഒരു മുട്ടായിയൊക്കെ കൊടുത്ത് അവിടുത്തെ അമ്മയുടെ കൊടുത്ത് ഇരുത്തിയേക്കണം. പിന്നെ ഒരു കുഞ്ഞു ബൊമ്മക്കുട്ടിയൊക്കെ ഉണ്ട്. കണ്ടപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് വീട്ട്. പിന്നെ ഇതാണ് എൻ്റെ ചങ്കും കരളുമായ പ്രിൻസണ്ണ രേച്ചിച്ചി, അവരുടെ മോൻ ചേക്കൂട്ടൻ. പിന്നെ അവിടെ കുറച്ച് പൊരിയൊക്കെ തിന്നു. ഇതാണ്ട് രേച്ചിച്ചി ചുമ്മാ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് ചേച്ചിയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ചിക്കൻ കറിയാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അപ്പവും അടിപൊളിയാണ്. ഞങ്ങൾക്ക് വേണ്ടി ചൂടോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെയും ഒരു നാത്തൂനുണ്ട്, അവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇന്ന് വൈകിട്ടൊരു പരിപാടി നടത്തിയതാണ്. എന്താല്ലേ സ്നേഹമുള്ള ആൾക്കാർ. അങ്ങനെ അപ്പമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ ഉപ്പൊക്കെ നോക്കാൻ വരുന്നുണ്ട്. ദാണ്ടി ഉപ്പ് നോക്കുന്ന പേരും പറഞ്ഞ് പീസൊക്കെ എടുത്ത് തിന്നാൻ വന്നേക്കാണ്. എൻ്റെ ഹസ്ബൻഡാണ്. ആൾ തിന്നുമ്പോൾ അതിൻ്റെ കൂടെ ഞാനും തിന്നുന്നുണ്ട് കേട്ടോ. ആൾ എനിക്കും കൂടെ തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു അപ്പവും കൂട്ടി ഉപ്പ് നോക്കുന്നുണ്ട്. ഇത് മാത്രമായിട്ട് പോരാന്നും പറഞ്ഞ്. അത് പക്ഷേ ആൾ എനിക്ക് കേട്ടോ ആദ്യം തന്നെ പിച്ചി തരുന്നത്, ഞാനാണ് ഉപ്പ് വെക്കുന്നതിന്. പിന്നെ വൈകിട്ട് താണ്ടി പട്ടിയെ കാണാൻ വന്നിരിക്കുകയാണ്. പട്ടി പൂച്ച ആൾക്ക് ഫേവറേറ്റ് ഐറ്റംസാണ്. പൂച്ചയെന്ന് വെച്ചാൽ അവന് ജീവനാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ തന്നെ, എന്നാലും ആശാൻ അടിപൊളിയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി മിഠായി, ആണ്ടി ഫുഡ്, അപ്പം, ബുൾസൈ, ഇറച്ചിക്കറിയൊക്കെ തിന്നു. പിന്നെ ചോക്കോസ്. പിന്നെ ചുമ്മാ ഇരുന്നപ്പോൾ താണ്ടേ കുറച്ച് ക്യൂടെക്സൊക്കെ ഇരുന്ന് അടിച്ച് പിള്ളേരുത് ആളുടെ വൈദൂട്ടൻ്റെ. പിന്നെ ഞങ്ങളുടെ ഗുസ്തി മത്സരം. ഗുസ്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചുമ്മാ അവിടെ ഇരുന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിന്ന്. അതൊക്കെ എനിക്ക് പ്രിൻസറിനെ എടുത്ത് വീഡിയോ ഇട്ട് തന്നേക്കേട്ടോ. ആൾ വീഡിയോ എടുത്ത് തരുന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ആണ്ടേ പ്രിൻസണ്ണൻ്റെ കഴിവ്. ഇതൊക്കെ പ്രതീക്ഷിക്കാതെ എടുത്തു തന്നെ. ഞങ്ങൾ ചുമ്മാ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ചേട്ടൻ എൻ്റെ വൈകിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ട്. ചായ കുടിയും ഞങ്ങളുടെ മത്സരവും ഓരോന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് അവനായിട്ട് കളിച്ചൊക്കെ ഇരുന്നേ. എന്താ പ്രിൻസണ്ണ വീഡിയോ ഒക്കെ എടുത്തു തന്ന്. ഒരു ഫോട്ടോഗ്രാഫറുള്ള നല്ലതല്ലേ ഒരു കുടുംബത്തിൽ. ഇങ്ങനെയൊക്കെ പ്രയോജനമുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടേ കുരുത്തക്കേടാണ് ആശാന്. പിന്നെ ഒരു പഴയ ക്യാമറ ഇരുന്നു, അതൊക്കെ എടുത്ത് അവൻ കളിക്കുന്നതാണ്. അവൻ എടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും വെയിറ്റ് ഉണ്ട്. എന്നിട്ട് അത് പിടിച്ച് മടിയിലൊക്കെ ഇട്ടത്. പിന്നെ ഞാനും അതിനകത്ത് ഇച്ചിരി ഷോയൊക്കെ കാണിച്ചു, ചുമ്മാ കരുതിട്ട് അലമ്പ് കാണിച്ച്. പിന്നെ കുഴഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ അവിടെ പോയിരുന്ന് TV ഇട്ടു. TV-യിലെ കാർണിവൽ സിനിമ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഐസ്ക്രീം എത്തി. പിന്നെ അതും വേണ്ടേ കഴിച്ച്. ഓറഞ്ച് ഫ്ലേവറായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല വൈബായിരുന്നു. അതെല്ലാവരും കഴിച്ച് അതിൻ്റെ പേപ്പർ കവർ താണ്ടേ ബാസ്ക്കറ്റിൽ ഇട്ടു. പരിപാടി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് വെച്ച് അച്ചാറും കൂടെ അടിച്ചു മാറ്റി. ചേച്ചി ചെയ്യും പ്രിൻസറിൻ്റെ കൈ കൊടുത്ത് ദാണ്ടി യാത്ര വീട്ടിലോട്ട് വന്നു. പിന്നെ ഒരു മുട്ടായും കൂടെ എടുത്ത് വീട്ടിൽ നിന്ന് കഴിച്ചു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ ബൈ.